ഞാൻ തായ്വാനിൽ പോയ സമയത്ത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബഡ്ജറ്റ് ഗാഡ്ജറ്റുകൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മൾ നോക്കാൻ പോണേ. ഈ ഗാഡ്ജറ്റുകൾ പർച്ചേസ് ചെയ്യുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് വ്ളോഗും ഉണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഐ ബട്ടണിൽ കൊടുത്തിരിക്കാം. പിന്നെ ഒരു കാര്യമുണ്ട്, അതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതിനകത്ത് എത്ര നാട്ടിലെത്തുമെന്ന് നോക്കാം, കസ്റ്റംസ് പിടിക്കൂലേ എന്നൊക്കെ പറഞ്ഞിട്ട്. ആക്ച്വലി എന്നെ കസ്റ്റം സ്ക്രീനിങ് അവർ ചെയ്തിട്ട് പോലുമില്ല. അവർ ജസ്റ്റ് എൻ്റെ മാന്യത കണ്ടപ്പോഴത്തേക്കും അവരെന്നെ പറഞ്ഞു വിട്ട സൈഡിൽ കൂടി. അപ്പം സ്കാൻ ചെയ്തിരുന്നെങ്കിൽ എൻ്റെ ഡ്രോൺ ഉൾപ്പെടെ പലതിലും ഞാൻ കൊടുക്കേണ്ടി വന്നേനെ. ഇതെല്ലാം കൂടി പർച്ചേസ് ചെയ്തതിൻ്റെ റേറ്റ്, അതായത് ഇന്ത്യൻ മണി മൊത്തത്തിൽ ഞാൻ പറഞ്ഞുതരാം. ഏകദേശം ഒരു 6000 രൂപയ്ക്കാണ് ഞാൻ ഇത്രയും സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഈ 6000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്ത സാധനങ്ങളുടെ എല്ലാം ക്വാളിറ്റിയും അതിൻ്റെ പെർഫോമൻസും വെച്ച് നോക്കപ്പം ഭയങ്കര പൈസ വസൂലാണ്. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തത് എൻ്റെ ഫേവറേറ്റ്. ഇത് ആക്ച്വലി എൻ്റെ ചെക്ക് ഇൻ ബാഗിൽ ഉണ്ടായിരുന്നതായിരുന്നു, പക്ഷേ അത് എന്നെ സിംഗപ്പൂർ എയർലൈൻസ് പൊക്കി ഇതിനടുത്ത് എൻ്റെ കയ്യിൽ തന്നു. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഒരു ഫാനാണ്. ഇതൊരു കൂളിംഗ് ഫാനാണ്. ചുമ്മാ നമുക്ക് കാറ്റ് തരുന്ന ഒരു ഫാനല്ല. ഇതിനകത്തൊരു പവർ ബട്ടൺ ഉണ്ട്. ആ പവർ ബട്ടൺ അമർത്തപ്പോഴത്തേക്കും ഓൺ ആയിട്ടുണ്ട്, കാറ്റടിക്കുന്നുണ്ട്. വാവ് വാവ്. ഇതിന് തൊട്ടടുത്തൊരു ബട്ടൺ ഉണ്ട്, അതായത് കൂളിങ്ങിൻ്റെ ഒരു ബട്ടൺ. അത് അമർത്തി കഴിഞ്ഞാൽ തണുത്ത കാറ്റായിരിക്കും വരുന്നത്. എന്തുകൊണ്ട് തണുത്ത കാറ്റ് വരുന്നതെന്ന് അറിയാമോ? ഇതിൻ്റെ നടുക്കുള്ള ഈ ഭാഗമില്ലേ, ഇവിടെ അവരൊരു കൂളൻ്റ് വെച്ചിട്ടുണ്ട്, എന്തോ ഒരു കൂളൻ്റ് ലിക്വിഡ്. ആ ലിക്വിഡും കൂടി തട്ടി വരുന്ന കാറ്റായതുകൊണ്ടാണ് ഇത്രയും തണുപ്പ്. നല്ല തണുപ്പുണ്ട്, അതായത് എ സിക്കകത്ത് വരുന്നത് പോലെ ഫീൽ ചെയ്യും. പിന്നെ ഒരു ഗുണം, ഇതിൻ്റെ പവർ. എൻ്റെ ദൈവമേ, പ്ലെയിന് പോലെ ഇരിക്കും. നോക്കിക്കോ, ഇതിൻ്റെ അകത്ത് ഈ ഒരു ബട്ടണിൽ ഹോൾ പ്രസ് ചെയ്യപ്പോൾ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടും. പൊളി. കിടിലം കാറ്റെന്ന് പറഞ്ഞാൽ കിടിലം കാറ്റ്, പറയാതിരിക്കാൻ വയ്യ. ഭയങ്കര തണുപ്പാ. വല്ലാത്തൊരു ഗാഡ്ജറ്റ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നൈസ്. സോ ഇതാണ് നമ്മുടെ നമ്പർ 1 ഗാഡ്ജറ്റ്. ഇതിൻ്റെ പുറകിലായിട്ടൊരു ടൈപ്പ് സി പോർട്ട് ഉണ്ട്, നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അടുത്തത് പവർ ബാങ്ക്. 10000 mAh പവർ ബാങ്കാണ്. ഇത് ജസ്റ്റ് ഇതിൻ്റെ ഒരു ബ്യൂട്ടി കണ്ട് ഞാൻ എടുത്തൊരു പവർ ബാങ്കാണ്. ഇത് വേറൊന്നുമല്ല, ഇതിനകത്ത് ടൈപ്പ് സിയും ടൈപ്പ് എ പോർട്ടും നമുക്ക് ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ഇതിൻ്റെ ഗുണം, ഇതിൻ്റെ കൂടെ തന്നെ ഒരു കേബിൾ കിട്ടും. ആക്ച്വലി പൊതുവേ നമ്മൾ പവർ ബാങ്ക് വാങ്ങുന്ന സമയത്ത് പെടുന്ന കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ കേബിൾ നമ്മൾ അവിടെ എവിടെയൊക്കെ വെച്ച് മറന്നു പോകുന്നുള്ളതാണ്. ഇതിൻ്റെ കൂടെ തന്നെ അറ്റാച്ച് ചെയ്തിട്ടൊരു കേബിൾ ഉണ്ട്. ആൻഡ് ഇതൊരു ഫാസ്റ്റ് ചാർജിങ് പവർ ബാങ്കാണ്. നല്ല ഫാസ്റ്റായിട്ട് ചാർജ് ആവും. ആൻഡ്രോയിഡ് ഫോൺ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഫാസ്റ്റാണ്. ആൻഡ് ഐഫോണിൽ കുഴപ്പമില്ല. നോർമൽ ഡോക്കിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഫാർ 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 ബെറ്റർ ഗൈസ്. നല്ലൊരു പ്രോഡക്റ്റാണ്. ഇവിടെ ആയിട്ട് നമുക്ക് അതിൻ്റെ എത്ര പെർസെൻറ്റേജ് ബാക്കിയുണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. ഒരു ഓൺ ഓഫ് ബട്ടൺ ഉണ്ട്. ദാറ്റ്സ് ഇറ്റ്. വെരി ഗുഡ് പ്രോഡക്റ്റ്. അടുത്തതാണ് എൻ്റെ ഫേവറേറ്റ്, ഇവിടെയുള്ള എല്ലാവരുടെയും ഫേവറേറ്റ്. എഡിഫെയർ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ഒരു സ്പീക്കറാണ്, ഒരു കുട്ടി സ്പീക്കർ. ഇത് ആക്ച്വലി ഞാൻ വിചാരിച്ചത് ഇത് വർക്കാവില്ല എന്നാണ് വിചാരിച്ചത്. ആക്ച്വലി ഇത് ഞാൻ കൊണ്ടുവന്ന് ചാർജിന് കുത്തിയ സമയത്ത് ഇത് വർക്കായില്ല. ഒരു ദിവസം മൊത്തം ഇത് ചാർജറിൽ കണക്റ്റായി കിടന്നിട്ട് നോക്കിയപ്പോൾ വർക്കാവുന്നുണ്ട്. സോ എഡിഫെയർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു സ്പീക്കറൊക്കെ ഉണ്ടാക്കുന്ന ബ്രാൻഡാണ്. ഒരു കുട്ടി സ്പീക്കറാണ്. ഞാനിത് ഓണാക്കാം. ഓക്കെ, ഓണായി. ഈ കുഞ്ഞൻ സ്പീക്കർ നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും, അയ്യോ ഇതിനകത്തൊന്നും സൗണ്ട് ഒന്നും വരാൻ പോണില്ല. നിങ്ങൾ ചിലപ്പോൾ ഇതേ സൈസിലുള്ള വേറെ സ്പീക്കേഴ്സ് കണ്ടിട്ടും ഉണ്ടാവും, പക്ഷേ ഇതല്ല കേട്ടോ. എങ്ങനെ ഇരിക്കണം? നല്ല ബേസും ഉണ്ട്, നല്ല ട്രിബിളും ഉണ്ട്, നല്ല ഓഡിയോ ക്വാളിറ്റി. ടോൺ ക്വാളിറ്റി ഈസ് എക്സലന്റ്. പൊളി സാധനം. ഇതും കൂടെ എവിടെ വേണോ പോവാം. കിടിലം സൗണ്ടും ഉണ്ട്. നൈസ്. ഇതാണ് എഡിഫെയറിൻ്റെ സ്പീക്കർ. വെരി നൈസ് പ്രോഡക്റ്റ്, പറയാതിരിക്കാൻ വയ്യ. അടുത്ത് നമ്മൾ ആദ്യമായിട്ട് പർച്ചേസ് ചെയ്ത സാധനമാണ് അവിടെ പോയതിന് ശേഷം. അതായത് ഐവ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ജാപ്പനീസ് ബ്രാൻഡാണ്, വെരി ഫേമസ്. ഇതാണ് അവരുടെ ഇയർബഡ്സ്. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഇയർബഡ്, കംപ്ലീറ്റ് ആയിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള. ഇതിൻ്റെ അകത്തുള്ള സെറ്റപ്പുകളും കുണുപ്പാക്കികളും വരെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. കണ്ടോ, ഇതിൻ്റെ മൂഡൊക്കെ കാണാൻ പറ്റും, അതിൻ്റെ അകത്തുള്ള മദർ ബോർഡൊക്കെ കാണാൻ പറ്റും. ഇത് ജസ്റ്റ് ചെയ്യേണ്ടത്, നിങ്ങളിതാ 2 ഇയർബഡ് കിട്ടും. ആ ഇയർബഡ് രണ്ടും ലൈറ്റ് കത്തുകയും ചെയ്യും, പ്ലെയിൻ പോലെ RGB ലൈറ്റ് കത്തും. എന്നിട്ട് നിങ്ങളുടെ കാതിലേക്ക് വയ്ക്കുക. ഈ ഐവ എന്ന് പറഞ്ഞ സ്പീക്കർ നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഈ ഐവയ്ക്കാണ് നമ്മൾ ഓണാക്കിയിട്ട് ഓഫ് ചെയ്യുമ്പോൾ നല്ല സ്വീറ്റായിട്ടൊരു ചേച്ചി വന്ന് ബൈ ബൈ നല്ല സെക്സി ആയിട്ട് പറയും. ബൈ ബൈ. ആ ബ്രാൻഡിൻ്റെ ഒരു ഇയർബഡ്സ് ആണ്. വെരി നൈസ് ഇയർബഡ്സ്, പറയാതിരിക്കാൻ വയ്യ. സൗണ്ട് ക്വാളിറ്റി, ടോൺ ക്വാളിറ്റി വൈസ് സൂപ്പർ ഗുഡ്.
ഒരു രക്ഷയില്ലെന്ന് വെച്ചാൽ രക്ഷയില്ല. എൻ്റെ എയർപോർട്സ് പ്രോയുമായിട്ട് സൂപ്പറായിട്ട് ഇത് കോമ്പീറ്റ് ചെയ്ത് നിൽക്കും. പക്ഷേ ഒരു കൺസേണേ ഉള്ളൂ, കംഫർട്ട്. ഇതെല്ലാവരുടെ കാതിലും ഈ സാധനം ഇരിക്കില്ല, ടിപ്പില്ലാത്തതുകൊണ്ട്. എൻ്റെ കാതിൽ എസ്പെഷ്യലി ഇരിക്കില്ല. അപ്പോൾ ടിപ്പില്ലാത്ത കാതിൻ്റെ അകത്ത് ഇരിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു ചോയ്സ് ആയിരിക്കും. ആൻഡ് നിങ്ങൾ ആരെങ്കിലുമൊക്കെ തായ്വാൻ പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു തായ്വാൻ ഇലക്ട്രോണിക് മാർക്കറ്റിൽ പോയിട്ട് ഇതേപോലത്തെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുക. വെരി ഗുഡ് പ്രോഡക്റ്റ്. ATX80 എന്നാണ് ഈ ഒരു മോഡൽ നമ്പർ. ആൻഡ് നിങ്ങൾക്ക് ഇത് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാനായിട്ട് കിട്ടും. അടുത്തത് ഞാൻ പർച്ചേസ് ചെയ്ത ഒരു കേബിളാണ്. ഇതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഐഫോൺ ഉണ്ട്, അതുപോലെ തന്നെ ആപ്പിൾ വാച്ചും ഉണ്ട്. പക്ഷേ ഒന്നിൽ എനിക്ക് ആപ്പിൾ വാച്ച് ആയിരിക്കണം, ആപ്പിൾ വാച്ചിൻ്റെ കേബിൾ ആയിരിക്കണം നമ്മുടെ ചാർജറിൽ കണക്ട് ചെയ്ത് ചാർജ് ചെയ്യേണ്ടത്, ഇല്ലെങ്കിൽ ഐഫോൺ ആയിരിക്കണം. ഇത് രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യാൻ പറ്റിയാലോ? അതാണ് ഈ കേബിൾ. ഒരു ടൈപ്പ് സി പോർട്ടും അതുപോലെ തന്നെ ആപ്പിൾ വാച്ചിൻ്റെ ചാർജറും കൂടിയാണ് വരുന്നത്. ഒരൊറ്റ കേബിൾ ആൻഡ് നല്ല ലെങ്ത്തും ഉണ്ട്, 1 മീറ്ററിന് മേളിലുണ്ട്. ഈ സാധനം നിങ്ങളുടെ ചാർജിങ് ഡോക്കിൽ കൊടുക്കുക, എന്നിട്ട് നിങ്ങളുടെ ഐഫോൺ ഇവിടെ കണക്ട് ചെയ്യുക. 15 ആയിരിക്കണേ, 15 ഇവിടെ കൊടുക്കുക, ആപ്പിൾ വാച്ച് ചാർജിങ് ചെയ്യാം. നല്ലൊരു പ്രോഡക്റ്റ്. ലൈക്ക് ഭയങ്കര ഗുമ്മും ഒന്നുമല്ല, സിമ്പിൾ സാധനം, കൊള്ളാം. അടുത്തത് MIയുടെ കുറച്ച് പ്രോഡക്റ്റ്സ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, MIയുടെ സ്ഥലത്ത് കയറിയിട്ട് ഇഷ്ടംപോലെ ഞാൻ വാരിപ്പറക്കി എടുത്തായിരുന്നു. അതിനകത്തുനിന്ന് കിട്ടിയതാണ് ഈ ഒരു ലാമ്പ്. അതായത് നമ്മുടെ ബെഡ് സൈഡ് ലാമ്പ്. സിമ്പിൾ സാധനം, ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. ഇത് നാട്ടിലത്തെ എനിക്ക് തോന്നുന്നു ഒരു 100 രൂപ എന്തോ ഉള്ളൂ. 100 രൂപയ്ക്ക് കിട്ടിയതാണ്. അങ്ങനെ ഞാൻ മേടിച്ചതാണ്. സിമ്പിൾ സാധനം. അടുത്തത് ബേസസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിൻ്റെ കാർ മൗണ്ട് ഹോൾഡർ എന്ന് പറഞ്ഞിട്ടുള്ള ആൻറ്റി സ്കിഡ് പാഡ്. ഇത് ഇവിടെയും കിട്ടുകയൊക്കെ ചെയ്യും, പക്ഷേ ഇത് നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഭയങ്കര കിട്ടുള്ള സാധനമാണ് ആൻറ്റി സ്കിഡ് പാഡ്. ഇതെന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കാറിൻ്റെ ഫ്രണ്ടിൽ ഈ ആൻറ്റി സ്കിഡ് പാഡ് വയ്ക്കുക. ഫോർ എക്സാമ്പിൾ അതിവിടെ വയ്ക്കുന്നു. ഇങ്ങനെ നമുക്ക് പല ഷേപ്പിൽ വയ്ക്കാൻ പറ്റും. വെച്ചതിന് ശേഷം നിങ്ങൾക്ക് എന്ത് വേണോ ഇതിനകത്ത് ഇങ്ങനെ ചരിച്ചും പിടിച്ചൊക്കെ വയ്ക്കാൻ പറ്റും. ഫോൺ എടുത്തിട്ട് ഫോൺ വയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഫോണ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വയ്ക്കാൻ പറ്റും. അതാണ് സെറ്റപ്പ്. പിന്നെ ഉള്ളത് ഇതാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫോണും ചാർജ് ചെയ്യാം, നമ്മുടെ വാച്ചും ചാർജ് ചെയ്യാം, നമ്മുടെ ഇയർബഡ്സും ചാർജ് ചെയ്യാൻ പറ്റുന്ന ഓൾ ഇൻ വൺ ചാർജർ, വയർലെസ് ചാർജർ. ഇത്രയാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. ഇതിനകത്ത് വേറെ കൂടുതലൊന്നുമില്ല. നിങ്ങൾക്ക് ഇതിനകത്ത് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്നുള്ളത് ഒന്ന് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ വ്ളോഗ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ വ്ളോഗ് കൊടുത്തിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ കാണാം. ഒരു ഗസ്റ്റ് താഴെ വന്നിരിക്കുന്നത്, അർജൻസി ഉണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.